യേശുവിൽ പ്രിയ സഹോദരരെ, നമ്മളിന്ന് ആഗമനകാലം ആഘോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങളാണ്. മാലാഖ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അന്വേഷിച്ചു വരുന്നത് നീതിമാന്മാരെ അല്ല, പാപികളെ തേടിയാണ്. ആട്ടിടയന്മാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ്. യേശു ഈ സന്ദേശം അയക്കുവാൻ ദൈവം അയച്ചത്, ദൂതനെ അയച്ചത് ആട്ടിടയന്മാരുടെ ഇടയിലേക്കാണ്. ദൈവദൂതനെ കണ്ടപ്പോൾ ഇടയന്മാർ ഭയപ്പെട്ടു. എന്നാൽ ആ ദൂതൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. മനുഷ്യനെ ഇന്ന് ഭയം നന്നായി ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുർവ സംഘം വരുന്നു എന്ന് കേട്ടപ്പോൾ മനുഷ്യൻ പലപ്പോഴും അടുക്കള വാതിലുകളുമൊക്കെ അടച്ച് ഭദ്രമായിട്ട് പേടിയോടുകൂടി കാത്തിരിക്കുന്നു. ഈശോ പറയുന്നു, നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ വരുന്നത് പോലെയാണ് മനുഷ്യപുത്രനും വരുന്നത്, പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രതയാൽ ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഈ അവസരത്തിൽ ഭയപ്പെട്ടിരുന്ന മാലാഖയെ കണ്ടപ്പോൾ ഭയപ്പെട്ടിരുന്ന ആ ഇടയന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇതാ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു. യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്ത നൽകുവാനാണ്. അവിടുന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാ മനുഷ്യരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുവാൻ കടന്നു വന്ന യേശുവിനെക്കുറിച്ച് മാലാഖ പറഞ്ഞത്, ദാവീദിൻ്റെ പട്ടണത്താൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത് നമ്മൾ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ നമ്മൾ ബാഹ്യമായിട്ട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നതോ പുൽക്കൂട് വയ്ക്കുന്നതോ ദീപാലങ്കാരങ്ങൾ നടത്തുന്നതോ അല്ല. അത് ബാഹ്യമായതാണ്, ആവശ്യമായതാണ്. എന്നാൽ ക്രിസ്തു ജനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കണമെങ്കിൽ നമ്മളതിനായി ഒരുങ്ങണം. നമ്മൾ പൗലോസ് പറയുന്നത് പോലെ, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. നമ്മുടെ പാമ്പ്, അതുപോലെ തന്നെ ചെമ്മീൻ, ഞണ്ട് ഇവയൊക്കെ പടം പൊഴിക്കാറുണ്ട്. അതുപോലെ ദുരാശകളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ ഹൃദയം നിർമ്മലമായിരിക്കണം. പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾക്ക് ഈ നിധി ലഭിച്ചിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന നിധി നൽകിയിരിക്കുന്നത് നമ്മുടെ മൺപാത്രങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ബലഹീനരാണ്. എപ്പോൾ വേണമെങ്കിലും ഈ പാത്രം താഴെ വീഴുമ്പോൾ അത് പൊട്ടിപ്പോകാം. അപ്പോൾ അതുപോലെ ദൈവം നമുക്ക് ഈ നിധി, പരിശുദ്ധാത്മാവാകുന്ന നിധി നമുക്ക് നൽകിയിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കാനാണ്. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ
നമുക്ക് പിറവി തിരുനാൾ ഇന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ചതാണ്. യേശുനാഥന് ജ്ഞാനസ്നാനം നൽകുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടുന്നു, അവിടെ ഒരു അശരീരി ഉണ്ടാകുന്നു, ഇവൻ്റെ പ്രിയപുത്രനാണ്. നമ്മളും കുഞ്ഞിലെ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നമുക്കും ഇതുപോലെ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വരമുണ്ടാകുന്നുണ്ട്, നമുക്ക് കേൾക്കാനാകാത്തത് കൊണ്ടാണ്. അപ്പം ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നാം ഓരോരുത്തരും കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും, രണ്ട് യേശുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചുമാണ് നമുക്ക് ബോധ്യപ്പെടുത്തരുത്. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് നിക്കോദമോസിനോട് പറഞ്ഞതുപോലെ നമ്മളോടും ഒരു വീണ്ടും ജനനം. കാരണം ഈ ലോകത്തിൻ്റെ പ്രവണതകളനുസരിച്ച് ജീവിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ലോകം യേശുവിനെ ദേഷിച്ചു, ലോകം നമ്മളെയും ദേഷിക്കും. ഇപ്പോൾ ഈശോ പറഞ്ഞു, ലോകം നിങ്ങളെ ദേഷിക്കും. നിങ്ങൾ ഈ ലോകത്തിന്, പൗലോസ്ലീഹ 12:1-2 പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക. അപ്പോൾ നല്ലതും പ്രീതിജനകവും ദൈവത്തിന് സ്വീകാര്യമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതായിരിക്കണം ബോധപൂർവമായ നിങ്ങളുടെ ആരാധന. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനാണ് നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. ഇവിടെ 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ ദൈവകൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് നമ്മുടെ ഹൃദയത്തിൽ നിരന്തരം ഉണ്ടാകേണ്ടത്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ആ അഭിഷേകത്താലാണ് ലഭിച്ചവർക്കാണ് സമാധാനം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇത് ലോകം നൽകുന്നത് പോലെയല്ല, ഇതാരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നമുക്ക്, കൃപയാണ് നമുക്ക് സമാധാനം നൽകുന്നത്. ആയതിനാൽ നമ്മൾ ഈ ക്രിസ്മസിന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ഒരു ജീവിത പരിവർത്തനം, കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയതാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നവൻ പശ്ചാത്തപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ. അപ്പം നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി യേശുവിൻ്റെ വചനം ലോകമെമ്പാടും അറിയിക്കുന്ന സാക്ഷികളായി തീരുവാനാണ് അഭിഷേകം നൽകുന്നത്. ദൈവം അഭിഷേകം നൽകുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ദൗത്യത്തിന് വേണ്ടിയാണ്. ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി, അല്ലെങ്കിൽ എലീശായെ ഏലിയായിലൂടെ അഭിഷേകം ചെയ്തു. യേശു തന്നെ പറഞ്ഞു ലൂക്കാ 4:18 ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശു അഭിഷിക്തനായിരുന്നു. യേശു ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷിക്തനെന്നാണ്. യേശുവായ അഭിഷേകത്തിൻ്റെ ശക്തിയാലാണ് രോഗികളെ സുഖപ്പെടുത്തിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, കാനായിലെ കല്യാണത്തിന് വെള്ളം പിഞ്ഞാക്കിയത്, കടലിന് മീത് നടന്നു പോയത്, കടലിനെ ശാസിച്ചത്. യേശു ഇതെല്ലാം ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതും ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ഈ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. ദൈവത്തിൻ്റെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട അഭിഷേകം നൽകുമ്പോൾ ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതിനുള്ള കൃപയും കാരുണ്യവും കൊണ്ട് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ദിനം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന ദിനമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.